കരയിലും കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമാകുന്നു. അടുത്ത 5 ദിവസത്തേക്കാണ് മഴ മുന്നറിയിപ്പുള്ളത്. വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കരുതിയിരുന്നു അതിശക്തമായ മഴ വരുന്നു. കരയിലും കടലിലും ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ വീണ്ടും കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നത്. ഇത് ഉടൻ തന്നെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇതുകൂടാതെ മധ്യപ്രദേശിനു മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടെ നിലനിൽക്കുകയാണ്. ഇതിന്റെ സ്വാധീന ഫലമായിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ കനക്കുമെന്നുള്ള പ്രവചനം. കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 14-ാം തീയതി പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മാത്രമല്ല, കേരള തീരത്ത് കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ ഉയർന്ന തിരമാലകളടിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിലുള്ളവർ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും അധികൃതർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുവള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നതും തിരികെ കരയ്ക്കടിപ്പിക്കുന്നതും വലിയ അപകടത്തിന് കാരണമാകുമെന്നും ശ്രദ്ധിക്കണം. വിവിധ ജില്ലകളിൽ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.